ഇന്ന് എനിക്ക് ചുമയും പനിയൊക്കെ പിടിച്ച് വയ്യാണ്ടായ വല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ ഉച്ചക്കത്തേക്ക് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ വീട്ടിലെ മുരിങ്ങ മരം എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് മുരിങ്ങ പൊട്ടിച്ച് പരിപ്പ് മുരിങ്ങയും തേങ്ങ അരച്ച് കറിയും വെക്കാം, ഉണക്കലും പൊരിക്കാം. ഒരു കർമൂസ മരം ഉണ്ട് കേട്ടോ, അതിന് ഒരു കർമൂസ ഇട്ട് ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണക്കലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് പൊരിച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിൽ വ്യത്യാസമായിട്ട് ഒന്ന് സംഭവം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെ ഇരിക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിനിപ്പോൾ എന്താ ഈ ഉണക്കലാണോ ഇത് വന്ന് കാണിക്കാൻ കിട്ടിയെന്ന് ചോദിച്ചു. ഉണക്കൽ ഇപ്പോൾ എല്ലാവരും കഴിക്കണ നല്ലൊരു ഫുഡ് തന്നെയല്ലേ. എന്നും ഇപ്പോൾ ഈ ഇറച്ചി മീനും ബിരിയാണി മട്ടനും ചിക്കനും തന്നെ കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് കഴിയുമ്പോൾ കുറച്ച് സവാള അരിഞ്ഞിട്ട് അതും കൂടെ നേരെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ സവാളൻ്റെ ടേസ്റ്റും കൂടെ ആ ഉണക്കലിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാൻ. നല്ല ഉണക്കൽ ഒരുവിധപ്പെട്ട കറികൾക്കൊക്കെ നമുക്ക് നല്ല കോമ്പിനേഷനാണല്ലോ അല്ലേ. ഏത് കറിക്കും പറ്റും, ഇറച്ചി മീനും ഇല്ല പച്ചക്കറി ഏത് കറിക്കും നമുക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്താ ഉണക്കലിട്ടാൽ പിന്നെ എന്നോടൊരു 3-4 ആൾക്കാർ പറഞ്ഞ് ഈ എൻ്റെ ചട്ടിയും പാത്രമൊക്കെ ഒന്ന് മാറ്റിക്കുക, ആൾക്കാർ കണ്ടാൽ എന്താ വിചാരിക്കുക. നമ്മുടെ അടുത്തുള്ളത് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുക. അതിൻ്റെ കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടായിക്കോളണമെന്നില്ലല്ലോ. നമുക്കുള്ളത് വെച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക അല്ലേ. മറ്റുള്ളവർക്കുള്ളത് നോക്കിയിട്ട് അസൂയപ്പെടാനും വേണ്ട, നമുക്കില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടാനും നിൽക്കണ്ട. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആകെ ടെൻഷനായി എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ജീവിക്കുന്നത്. അള്ളാഹു നമുക്ക് എന്താ എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ളത് വെച്ചാൽ അത് തന്നെ നമുക്ക് നടക്കുകയുള്ളൂ. വേറൊന്നും ഒരു കാര്യവും നമുക്ക് നടക്കൂല അല്ലേ. അത് ഏതൊരു കാര്യവും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ പരിശ്രമിക്കുക, മാക്സിമം നമ്മളെ കൊണ്ട് എഫേർട്ട് എടുത്ത് നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് എത്തിച്ചേരേണ്ടത് നമുക്ക് തന്നെ എത്തിച്ചേരും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് കിട്ടൂല, അതിൽ കുറവ് നമുക്ക് കിട്ടൂല. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സക്സസ് അള്ളാഹു തന്നെ തരും. അപ്പോൾ ഈ അതിൽ സ്രാവുണ്ടല്ലോ, സ്രാവ് പറ്റാത്തവർക്ക് കുറച്ച് മാന്തളം കൂടെ അതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തേക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ റെഡിയായി.